ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വളം വാഴയ്ക്കും ഒക്കെ ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ എത്ര ദിവസമായി അമ്മേ ഇത് കുതിർത്ത് വെച്ചിട്ട്? മൂന്നാല് ദിവസമായി ഇത് കുതിർത്ത് വെച്ചിട്ട്. ഇതെന്തൊക്കെയാ? വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും. വേപ്പിൻ പിണ്ണാക്കും കടലപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും പിണ്ണാക്കും എല്ലുപൊടിയും കൂടി വെള്ളത്തിലിട്ട് കലക്കി ഇളക്കി വെക്കുക. ഇന്നത് വാഴയ്ക്ക് ഇടാൻ ഞങ്ങൾ കണ്ടെത്തി കൊണ്ടുപോവാണ്. പിന്നെ പയറിനൊക്കെ ഇടണം, പയറിനൊക്കെ ഇടുന്നുണ്ട്. വല്ലപ്പോഴും ഇച്ചിരി പച്ചക്കറി നമുക്ക് കിട്ടണ്ടേ, നമുക്ക് കൂട്ടണ്ടേ. എന്നാച്ചാ എടുത്തോ. അപ്പോൾ ഞങ്ങൾ കണ്ടത്തിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യിൽ അരിവാളും ഒക്കെ ഉണ്ട്. കണ്ടോ, പുതിയ പയർ നട്ടത്. നമ്മുടെ ഈ പൂവ് പിന്നെയും ആകർഷിക്കുകയാണ്. നമ്മൾക്ക് തന്നെ ആകർഷണമുണ്ട്. അപ്പോൾ ഈച്ചകളെ പറയണം. എത്ര എണ്ണമാണ് വന്നിരിക്കുന്നത് ഈച്ചകൾ. അതാ അച്ചാച്ചൻ വരുന്നുണ്ട്, വളവും ഒരു കയ്യിൽ വാക്കത്തിയും പിടിച്ചുകൊണ്ട്. അമ്മ പുറകെ വരുന്നുണ്ട്, കളത്തൂമ്പയൊക്കെ എടുത്ത്. ഒരു കയ്യിൽ വളവും ഉണ്ട്. നമ്മൾ ഇപ്പം കുമ്പളങ്ങയുടെ പൂ പിടിച്ചില്ലേ, അതിലൊരു കുമ്പളങ്ങ നിൽപ്പുണ്ടെന്ന് അമ്മ പറയായിരുന്നു. എന്തി അമ്മ? എല്ലാം കൊണ്ടുവന്ന് തെങ്ങിൻ ചൂട്ടിലാണ് ഇടുന്നത്. അപ്പോൾ ഓരോന്ന് തന്നെ വിളിച്ചു വന്ന് രണ്ട് കുമ്പളങ്ങ കണ്ടോ. പിന്നെ ഒത്തിരി പടന്ന് കിടപ്പുണ്ട്. ഇനിയുണ്ടല്ലോ കടയിൽ പോയി ഇച്ചിരി കയറ് മേടിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ട് വലിച്ചില്ല ലാവയിലോട്ട് കയറ്റാൻ പോവാം. അങ്ങനെ എൻ്റെ പ്ലാന്. നടക്കും വലിയൊന്നും നമുക്കറിയത്തില്ല. ഇത് കണ്ടില്ലയോ പടന്ന് കിടക്കുന്നത് കണ്ടോ. ഞാൻ അച്ചാച്ചന് അരിവാള് പിടിച്ചു. അമ്മ ഫോൺ ഇവിടെ ഇരിക്കട്ടില്ലേ? അത് കണ്ടായിരുന്നു. വേറെ മത്തങ്ങ കിടപ്പുണ്ട്. എൻ്റെ അമ്മ? എൻ്റെ സീതാപ്പൽ കണ്ടോ, രണ്ടെണ്ണം. സീതാപ്പൽ രണ്ടെണ്ണം വരുന്നുണ്ട്, ചെറുത്. ഇത് കൊച്ചു വരാതെ ഇതിൻ്റെയൊക്കെ കീഴയിലായത് കൊണ്ട്. പക്ഷെ അതുകൊണ്ടെല്ലാം പൂക്കുന്നുണ്ട്. നമ്മുടെ റംബുട്ടാൻ കണ്ടോ, ഇത്രയായി. നമ്മുടെ മത്തങ്ങ വേറൊരെണ്ണം കണ്ടോ തറയിൽ. അങ്ങനെ മത്തങ്ങയും കണ്ടു. അങ്ങനെ കണ്ടത്തിലോട്ട് പോവുകയാണ്. മഴ ഇവിടെ എപ്പോഴും മഴയായോണ്ട് എല്ലാം കാടങ്ങ് കയറും. നമ്മുടെ വാഴക്കൊല ഒരെണ്ണം ആയിട്ടുണ്ട്. പയർ അപ്പോൾ ഇതിന് വളം ഇടാൻ വേണ്ടിയാണ് വന്നത്. അമ്മയുടെ ഫോണൊക്കെ എടുത്തോണ്ടാന്നേ. അമ്മ വെച്ചേക്കുന്നുണ്ടോ ഫോൺ സ്റ്റാൻഡ്. കൃഷിയുടെ ഇടയ്ക്ക് ഫോണിൽ ആരെങ്കിലും വിളിച്ചാലേ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന. ഇതിനൊക്കെ ഇടയ്ക്കൊക്കെ വീഡ്സ് വന്നിട്ടുണ്ട്, കളകൾ. ഇടയ്ക്കത്തെ ചൂട്ടിലെ ചേമ്പൊക്കെ എന്ന് പുറത്ത് കളഞ്ഞില്ലേ, ഇടുന്ന വളമെല്ലാം അതുങ്ങളങ്ങ് തിന്നും. അതെ.
വേര് കിട്ടി. രാവിലെ തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണല്ലോ കൂട്ടുകാരെ. അങ്ങനെ ഒരുമാതിരി വീഡ്സൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ നേരത്തെ നമ്മൾ എന്തൊക്കെ ഇട്ടത്, ചാരം ഇട്ടിട്ടുണ്ടല്ലേ. പിന്നെ അവിടെ ഒരു വാഴ വിത്തുണ്ട്, അതിനും ചാരമൊക്കെ ഇട്ടിട്ടുണ്ട്. അച്ചാച്ചനവിടെ കാട് പോകുന്ന വഴിയിൽ അരിവാളും കൊണ്ട് തെളിയിക്കുകയാണ്. കണ്ടോ? എൻ്റെ കളത്തൂമ്പയോട് എടുക്കേണ്ടിയായിരുന്നു. കയ്യിൽ എന്തൊക്കെയോ കൊണ്ടുവരും. കുറേയൊക്കെ കൈയെല്ലാം അഴുക്കായി. അങ്ങനെ ഒരുമാതിരി വീഡ്സൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനിയും അമ്മ വളം ഇടുകയാണ്. ഇതെന്നിട്ട് മണ്ണ് മേളിലിടുവോ? ഇടും. ഇത് നമ്മൾ ജൈവവളമാണ്, അല്ലാതെ രാസവളമൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അച്ചാച്ചൻ അത്രയും വൃത്തിയാക്കി. മൽബറിയുടെ ചപ്പ് വാരിക്കൊണ്ട് വന്ന് കൂട്ടിയിടണം. പിന്നെ എല്ലായിടത്തും മണ്ണ് മാറ്റിയിടണം. അങ്ങനെ ഒരു സൈഡ് മുഴുവൻ നമ്മൾ മണ്ണിട്ടിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരെ, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബ് തമ്പനെയിൽ ആവശ്യമുണ്ടെങ്കിൽ പറയുക. അത് നമ്മൾ ചെറിയ നിരക്കിൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും. എനിക്ക് മെയിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ താഴെ കമൻസ് ഇട്ടാൽ മതി. അങ്ങനെ എല്ലാ വശവും ഒരുമാതിരി മണ്ണ് തടുത്ത് കൂട്ടിയിട്ടുണ്ട്. അത് കളച്ച് കൂട്ടിയിട്ട് കൈകൊണ്ട് തടുത്ത് കൂട്ടിയിട്ട് ഒന്നും അറിയാൻ വയ്യാച്ചിട്ട് വച്ചാണ്. കിളികൾ ഇനിയും
അടുത്ത വാഴയ്ക്കൂടെ വളമിടണം. ഇടട്ടമ്മ ഇച്ചിരി മാറ്റി. ഇളക്കി ഇളക്കി ഇത് റംബുത്താൻ ഇടുവോ? ഇപ്പൊ തയ്യലേ ഇത് ഫുള്ള് ഇടാനാ? ചുറ്റിനോട്ട് ഇച്ചിരി പേർന്ന് വെച്ചേരോ. അതേ സൈഡിലുണ്ടോ നോക്കി. ഉണ്ട്, എല്ലായിടത്തും ഇട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വാഴയുടെ ചുറ്റും ഇട്ടിട്ടുണ്ട്. ബാക്കി പയറിന് വെച്ചേക്കുവാണ്. പിന്നെ ഇതിൽ മണ്ണൂടെ തടുത്ത് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഈ 2 വാഴയ്ക്ക് നമ്മൾ വളമിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ കൃഷിയുടെ ചാനൽ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കമൻസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. ഇനിയും ഒരു അടുത്ത വീഡിയോയിൽ വരാമേ. താങ്ക് യു ഫ്രണ്ട്സ്.